നമസ്കാരം. സാമൂഹ്യ മാധ്യമങ്ങളിലാകെയും ഇപ്പോൾ ആകെ നിറഞ്ഞ് പരന്ന് പ്രസരിക്കുന്നത് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം തുമ്പമണ്ണിൽ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു ചെറിയ സംഭവമാണ്. അതായത് അവിടെ നിന്നുകൊണ്ട് സ്വന്തം പ്രവർത്തകരായ രണ്ടുപേരെ എൻ്റെ മുന്നിൽ വെച്ച് തോന്നിവാസം കാണിക്കുന്നു എന്ന് ചോദിച്ച് ധാർഷ്ട്യത്തോടെ പിടിച്ചു തള്ളുന്ന കുറേ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പോലീസ് നരനായാട്ട് നടത്തുന്നുണ്ട്. കായംകുളത്ത് നടന്ന സംഭവത്തിലും തുമ്പമണ്ണിൽ നടന്ന സംഭവത്തിലും പോലീസ് നരനായാട്ട് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ആരോപണവുമായി കെ സുധാകരനും രംഗത്തുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു പൊളിറ്റിക്കലായി ഒരു നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കോൺഗ്രസ് പാർട്ടി എന്ന് നമുക്ക് കാണാം. എന്നാൽ തുമ്പമൺ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു ചെറിയ ധാരണാപിശകുകളുണ്ട്. അവിടെ CPM നിരന്തരം ടൂറിസ്റ്റ് ബസ്സുകളിലും മറ്റുമായ ആൾക്കാരെ അവിടെ എത്തിക്കുന്നു, അതിനുശേഷം അവരെ കൊണ്ട് കള്ളവോട്ട് ചെയ്യിക്കുന്നു എന്നൊക്കെയാണ് അവിടെ കൂടുതലായും പ്രചരിച്ചിരിക്കുന്ന ഒരു വാദം. എന്നാൽ തുമ്പമൺ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്കിൽ ഭൂരിപക്ഷവും വരുന്നത് സാധാരണ കർഷക തൊഴിലാളികൾ അടക്കമുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ അക്കൗണ്ടാണ്. അവിടെ ആ പ്രദേശത്തുള്ള യാതൊരു വിധത്തിലുള്ള ധനാഢ്യന്മാരുടെയും സ്വത്തുവകകൾ അതിനകത്ത് പണം ആ സർവീസ് സഹകരണ ബാങ്കിലില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ ആകെ 600 അംഗങ്ങൾ മാത്രമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ UDF നിന്നും അവിടെ തുമ്പമൺ സർവീസ് സഹകരണ ബാങ്കിലുള്ളത്. എല്ലാം കൂടി അവിടെ കാർഡുള്ള കുറച്ച് പേര് എന്ന് പറഞ്ഞാൽ വെറും 450 പേർ മാത്രമാണ്. അതായത് അവിടെ അംഗങ്ങളായി 600-ൽ താഴെ ആൾക്കാരും അവിടെ കാർഡുള്ള ആൾക്കാർ UDF-കാരെന്ന് പറഞ്ഞാൽ വെറും 450 പേരും മാത്രമാണുള്ളത്. അപ്പോൾ അവിടെ അതേസമയം UDF പാനലിന് ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ 750 നമ്മൾ അവരുടെ കാർഡുള്ളവരെ കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 300 വോട്ടിൻ്റെ വർധനവ് അവിടെ ഉണ്ടായിട്ടുണ്ട് UDF. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയാം. കാര്യം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഫെനിയും ഉണ്ണികൃഷ്ണനും രഞ്ജുവും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്. രഞ്ജു മുണ്ടിയിൽ നമുക്കറിയാം, അവിടുത്തെ മണ്ഡലം കോൺഗ്രസിൻ്റെ തുമ്പമൺ മണ്ഡലം പ്രസിഡന്റാണ് രഞ്ജു മുണ്ടിയിൽ. അപ്പം ഇവരൊക്കെ ഉള്ള സാഹചര്യത്തിൽ എന്തായിരുന്നാലും എബിനും ഒക്കെ ഉള്ളതാണ് നമുക്കറിയാം. അപ്പം ഇതൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്ത് വന്നിരുന്നാലും അവിടെ ഇത്തരത്തിൽ 450-ൽ 300 കൂടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല. അതിനുള്ള കാരണം കുറച്ച് നാളിന് മുമ്പ് ഇവിടെ കേരളത്തിൽ സംഭവിച്ചതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിൽ വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി മാറുന്നു. അതിനെ തുടർന്ന് പെട്ടെന്നാണ് അടുത്ത വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. നമ്മുടെ തമിഴ്നാടൻ തല അജിത്തിനുൾപ്പെടെ വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചുകൊണ്ട് ഇതിനെ ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്നാണ് പ്രധാനമായും ഉയർന്നു വന്ന ആരോപണം. ഈ ആരോപണത്തെ തുടർന്ന് പലരും ഒളിവിൽ പോയി. ഈ പറയുന്ന രഞ്ജു മുണ്ടിയിൽ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒളിവിൽ പോയി. അതിനുശേഷം ബിനിൽ, ഫെനി, എബിൻ തുടങ്ങിയ ആൾക്കാർ അവിടെ പിടിയിലാവുകയും ചെയ്തു. ഇവരെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളരെ അടുത്ത വിശ്വസ്തരായി തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ 3 പേര് പിടിയിലായവരും 4 പേരിൽ ഒരാൾ ഈ പറയുന്ന പോലെ ഒളിവിൽ പോവുകയും ചെയ്തത്. പലപ്പോഴും അദ്ദേഹത്തിന് ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം മിക്കവാറും ഒളിവിലെ ഓർമ്മകൾ പോലുള്ള പുസ്തകങ്ങൾ എഴുതും എന്നൊക്കെയാണ് കേൾക്കാൻ കഴിയുന്ന കാര്യം. അപ്പം ഈ രീതിയിൽ CPM-നെ ആ ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം പതിറ്റാണ്ടുകളായി CPM-ന്റെ ആ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഒരു സർവീസ് സഹകരണ ബാങ്കാണ് ഈ തുമ്പമൺ സർവീസ് സഹകരണ ബാങ്ക്. അവിടെ ഈ രീതിയിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ, അവിടെ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് കള്ളവോട്ട് ചെയ്യാൻ ശരിക്കും ആഹ്വാനം ചെയ്തത് സതീഷ് കൊച്ചുപറമ്പിൽ എന്ന് പറയുന്ന പത്തനംതിട്ട DCC പ്രസിഡന്റാണ് എന്നുള്ള ആരോപണം ആ ഭാഗങ്ങളിൽ അതിശക്തമായി നീളിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ്സുകാരാണ്, UDF-കാരാണ്. ആ രീതിയിൽ അവിടെ ഒരു സംഘർഷത്തിന് പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും എല്ലാം കോൺഗ്രസ്സുകാരാണ് എന്ന് നമുക്ക് ഈ പറയുന്ന സംഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നതാണ്. പ്രധാനമായും നമ്മുടെ വോട്ടിൻ്റെ കാര്യത്തിലുണ്ടായ വർധനവും അതോടൊപ്പം നമുക്കറിയാവുന്ന പോലെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യാജ ID കാർഡ് നിർമ്മാണത്തിന് ശ്രമിച്ചവരും വ്യാജ ID കാർഡ് നിർമ്മിച്ചവരും അങ്ങനെ തൻ്റെ ഇഷ്ടത്തോഴനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമാക്കി തീർത്തതിൽ കുപ്രസിദ്ധരായവരാണ്. 4 പേരാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, ഈ കാര്യത്തെക്കുറിച്ച് അവിടെ ചോദിച്ചപ്പോൾ കൈരളി TV റിപ്പോർട്ടറായ സുജു T ബാബുവിനോട്
ഇദ്ദേഹം തന്നെ പറയുകയുണ്ടായി, നിങ്ങൾ കൈരളിയല്ലേ, കൈരളി വെച്ചിരുന്നാൽ മതി എന്ന് 3-4 തവണ പറഞ്ഞ് അതിനൊരു തിരികൊളുത്തിയത് ഈ പറയുന്ന വി.ഡി. സതീശൻ തന്നെയാണ് നമുക്ക് കാണാം. ഇതിൽ ക്ഷോഭിതരായ അവിടെ നിന്ന ചെറുപ്പക്കാരായ ഫെനിയും ഉണ്ണിയും കൂടി ഈ പറയുന്ന സുജു ടി ബാബുവിനെ പിടിച്ച് തള്ളുകയായിരുന്നു. ശക്തമായി തള്ളി അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകന് നേരെയുണ്ടായ അവകാശ ലംഘനം, അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയാണ് അവിടെ വെച്ച് ഉണ്ടായത്. അതിനുശേഷം അവിടെ പെട്ടെന്നാണ് വി.ഡി. സതീശൻ ശക്തമായ അതിനകത്ത് ഇടപെടുകയും ഈ രണ്ടുപേരെയും പിടിച്ച് തള്ളിക്കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തോന്നിവാസം കാണിക്കുന്നു, എൻ്റെ മുന്നിൽ വെച്ച് തോന്നിവാസം കാണിക്കുന്നു എന്ന് 3-4 തവണ ആവർത്തിച്ച് ചോദിച്ച് ഇവരെ പിടിച്ച് തള്ളുകയും ചെയ്തു. അങ്ങനെ വി.ഡി. സതീശനെ കൈരളി TV റിപ്പോർട്ടർക്ക് വരെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇനി നോക്കാം, ഈ ഫെനിയും ഉണ്ണികൃഷ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എബിനും രഞ്ജുവും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹാനുവർത്തികളാണ്. അദ്ദേഹത്തോടൊപ്പം 24 മണിക്കൂറും നിഴല് പോലെ കൂടെ കൂടുന്ന ആളാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലുമായിട്ട് വളരെയധികം അടുപ്പമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതോടൊപ്പം തന്നെ വി.ഡി. സതീശനുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല അടുപ്പമുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. അതേസമയം ഈ ഫെനിയും ഉണ്ണിയും ഒക്കെ കെ സുധാകരനുമായി അടുപ്പത്തിലാണ്, അല്ലെങ്കിൽ അവിടുത്തെ കെ സുധാകരനുടെ പക്ഷം പിടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് വേറെ ഞെട്ടിപ്പിക്കുന്ന വേറൊരു യാഥാർത്ഥ്യം. അതായത് ഇവർക്ക് വി.ഡി. സതീശനുമായി യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഈ പറയുന്ന ഫെനിക്കാണെങ്കിലും ഉണ്ണിക്കാണെങ്കിലും അവർ നിൽക്കുന്ന പക്ഷം കെ സുധാകരൻ പക്ഷമാണ്. അപ്പോൾ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തുമ്പമൺ സർവീസ് സഹകരണ ബാങ്കുമായി ഉണ്ടായ ഈ ഒരു പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം ഈ പറയുന്ന വിഭാഗീയ ചിന്താഗതി തന്നെയാണ്. വി.ഡി. സതീശൻ്റെയും സുധാകരൻ്റെയും 2 പക്ഷം അവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ പോലും കയ്യേറ്റ ശ്രമം ഉണ്ടായത്. കയ്യേറ്റ ശ്രമം ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ ക്ഷുഭിതനായ വി.ഡി. സതീശൻ ഈ പറയുന്ന പ്രവർത്തകരെ പിടിച്ച് തള്ളുകയാണ്, ശക്തമായി പിടിച്ച് തള്ളുകയാണ്. തള്ളിയിട്ട് തോന്നിവാസം എൻ്റെ മുന്നിൽ വെച്ച് കാണിക്കരുത് എന്നൊരു താക്കീതും കൂടി നൽകുന്നു. ഇതിൻ്റെ എല്ലാം അർത്ഥം ഈ കള്ളവോട്ട് ചെയ്തതും ഈ കള്ളവോട്ടിന് പ്രേരിപ്പിച്ചതും ഈ കള്ളവോട്ട് CPM-കാർ ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അവിടെ വലിയൊരു സംഘർഷമുണ്ടാക്കുകയും പോലീസിന് നേരെ പോലും കയ്യേറ്റ ശ്രമം നടക്കുകയും മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്തുകയും ചെയ്ത കുടിലമായ അക്രമത്തിന് വഴിമരുന്നിട്ടത് അവിടുത്തെ UDF നേതാക്കൾ തന്നെയാണ്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് മുന്നിലേക്ക് വന്നത് എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ട് എല്ലാം കൂടി കറങ്ങിത്തിരിഞ്ഞിപ്പോൾ CPM-ൻ്റെ പെടലേക്ക് വന്നിരിക്കുകയാണ്. അവിടുത്തെ CPM പ്രവർത്തകരാണ് ടൂറിസ്റ്റ് ബസ്സിൽ ആൾക്കാരെ കൊണ്ടുവരികയും നിരവധി ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് കള്ളവോട്ട് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചാരണം നടക്കുന്നത്. ഇതെല്ലാം സത്യത്തിൽ ഈ പറയുന്ന പല രാഷ്ട്രീയ കളികളും പലപ്പോഴും പൊതുജനം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ CPM-നെ അടിക്കാൻ കിട്ടുന്ന ഓരോ വടികൾ വെറുതെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതും വ്യാജ ആരോപണങ്ങളിലൂടെ CPM-നെ തല്ലാനുള്ള വടി കൊണ്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഇത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും തുമ്പമൺ മണ്ഡലം കമ്മിറ്റിയിലും നിലനിൽക്കുന്ന രൂക്ഷമായ വിഭാഗീയതയുടെ പ്രതിഫലനമായി തന്നെയാണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിൽ കാണേണ്ടത്. അതോടൊപ്പം തന്നെ തുമ്പമൺ സർവീസ് സഹകരണ ബാങ്കിൽ പ്രശ്നമുണ്ടാക്കിയതും കള്ളനെ പിടിച്ച് എന്ന് പറയുന്ന അവസ്ഥയിലാണ് അവർ കൊണ്ട് നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ വെറും രാഷ്ട്രീയമായി തന്നെ കാണുകയും ഇതിനെ കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കുകയും വേണം. എന്നിട്ട് മാത്രമേ CPM-ൻ്റെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ മേലേക്ക് കുതിര കയറാൻ ചെല്ലാൻ പാടുള്ളൂ എന്നുള്ളതാണ് പക്ഷം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.